പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 21 തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വിശുദ്ധ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഈ വിശുദ്ധ ദിനം ജീവജലത്തിൻ്റെ എല്ലാ ശ്രോതാക്കളെയും സർവകൃപാലുവായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് രൂത്തിന്റെ പുസ്തകം 1 അധ്യായം 14 വാക്യം. ദ ബുക്ക് ഓഫ് രൂത്ത് ചാപ്റ്റർ 1 വേഴ്സ് 14 നാം ഇപ്രകാരം വായിക്കുന്നു. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന 2 പുസ്തകങ്ങളാണ് എസ്തേറിൻ്റെയും രൂത്തിൻ്റെയും. വ്യത്യസ്ത കഥാതന്തുവിലൂടെ ഒരേ വിഷയം വളരെ വ്യക്തമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അർത്ഥാൻ പഴയ നിയമ പുതിയ നിയമ നിഴൽ പൊരുളുകളായി പറഞ്ഞാൽ മണവാളനാകുന്ന യേശുക്രിസ്തുവും മണവാട്ടിയാകുന്ന സഭയും തമ്മിൽ ചേർക്കുന്ന അചഞ്ചലമായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശുശ്രൂഷ ഈ 2 പുസ്തകത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് രൂത്തിന്റെ പുസ്തകം. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്ത വചനം രൂത്തിന്റെ പുസ്തകത്തിലെ കാതലായ ഒരു വാക്യം തന്നെയാണ്. ഇതാ, അപ്പത്തിൻ്റെ ഭവനവും നാടും വീടുമായ ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായി. അങ്ങനെ എലീമേലെക്കും നവോമിയും മക്കളായ മഹ്ലോനും കില്യോനും താൽക്കാലിക വിടുതലിനും ആശ്വാസത്തിനും ക്ഷാമം മാറുന്നതിനും ദൈവത്തിൻ്റെ സ്വന്തം പട്ടണമായ അപ്പത്തിൻ്റെ ഭവനമായ ബേത്ലഹേം വിട്ട് നാശപട്ടണമായ മോവാബിൽ ചെന്ന് പാർക്കുന്നു. പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ്, താൽക്കാലികമായ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ കുറുക്കുവഴി തേടുന്നത് പലപ്പോഴും വലിയ അപകടത്തിൽ ചെന്നെത്തുന്നു എന്ന് ഈ പ്രഭാതത്തിൽ മറക്കരുത്. നാം അവിടെ കാണുന്നത്, അവർ ആ പ്രദേശത്തെത്തി. ഇതാ, 2 ആൺമക്കൾ വിവാഹം കഴിച്ചു. എവിടെ നിന്നാണ്? സ്വന്തം കടിപ്രദേശത്തു നിന്നല്ല, മറിച്ച് മോവാബിൽ നിന്നും. തുടർന്ന് നാം ആ ഭവനത്തിന്റെ ചിത്രം കാണുന്നത്, ആ ഭവനത്തിലെ 3 പുരുഷന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞു. പിതാവ്, 2 ആൺമക്കളായ മഹ്ലോനും കില്യോനും. ചുരുക്കത്തിൽ ഇപ്പോൾ ഈ ഭവനത്തിൽ 3 സ്ത്രീകൾ, 3 വിധവകൾ അവശേഷിച്ചു. ഈ സമയത്താണ് അമ്മാവിയമ്മയായിരിക്കുന്ന നവോമിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നു. എനിക്ക് പിഴവ് പറ്റി. 1 അധ്യായത്തിൻ്റെ 4, 5 മുതലായ വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നവോമി ഇത് വെളിപ്പെടുത്തുന്നു. ദൈവം എന്നോട് കയ്പായുള്ളത്, കഠിനമായത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ഒരു തിരിച്ചു വരവിന് തയ്യാറാകുന്നു, ഒരു മടങ്ങി വരവിന് തയ്യാറാകുന്നു. ഈ വിശുദ്ധ ദിനം അതിരാവിലെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ പരാജയങ്ങൾ അടിക്കടി വരുന്നുണ്ടോ? തകർച്ചകൾ അടിക്കടി വരുന്നുണ്ടോ? പ്രതിസന്ധികൾ അടിക്കടി വരുന്നുണ്ടല്ലോ. ഒരു വീണ്ടു വിചാരത്തിന്റെ സമയമായി. എവിടെയാണ് വീണത്, എവിടെയാണ് പ്രശ്നമെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് മടങ്ങി വരുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ തൻ്റെ 2 മരുമക്കളായ ചെറുപ്പക്കാരിയായ ഓർപ്പയെയും രൂത്തിനെയും വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ താന്താന്റെ ഭവനങ്ങളിലേക്ക് പോകുക. ഇനിയും എനിക്ക് മക്കളുണ്ടാകുവാനോ
നിങ്ങളെ വിവാഹം കഴിക്കുവാനുള്ള സാധ്യതയില്ല. ഇത് കേട്ടവർ രണ്ടുപേരും അതാദ്യം നിഷേധിച്ചുവെങ്കിലും വായിച്ച വാക്യത്തിൽ നാം എത്തുന്നു. അവർ പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പിരിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നൂറ്റാണ്ടിന്റെ 2024 ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ, ലെറ്റ്സ് സേ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപമാണ് ഓർപ്പ നമുക്ക് നൽകുന്നത്. എന്നാൽ ആ 14-ാം വാക്യം അവസാനിക്കുന്നത്, രൂത്തോ അവളോട് പറ്റി നിന്നു. രൂത്തിന് മനസ്സിലായി, എൻ്റെ അമ്മായിമ്മയുടെ ഉള്ളിൽ ഒരു ദൈവം ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ വിവിധ വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. കുഞ്ഞുങ്ങളുടെ വിഷയം, കുടുംബ വിഷയം, ഭർത്താവിന്റെ മദ്യപാനം, സാമ്പത്തിക പ്രയാസങ്ങൾ, കുടുംബജീവിതത്തിന്റെ തകർച്ചകൾ, നിയമക്കുരുക്കുകൾ, വിദേശത്ത് പോകുവാൻ നാളുകളായി ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത പ്രശ്നങ്ങൾ, നിരവധി അനവധി വിഷയങ്ങൾ, ഹോസ്പിറ്റലിലെ ചില റിപ്പോർട്ടുകളെ ഭയന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുവാൻ പോലും മടിക്കുന്ന മാനസിക വ്യഥകൾ, എന്തുമായിക്കൊള്ളട്ടെ, അതിനൊരു സൊല്യൂഷൻ രൂത്ത് ഇന്ന് നമുക്ക് നൽകുന്നു. രൂത്ത് നവോമിയോട് പറ്റിച്ചേർന്ന് നിന്നു. 91-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കിയാൽ ഞാൻ അവനെ ഉയർത്തും. പറ്റിയിരുന്നാൽ വിടുവിക്കുന്ന ഒരു ദൈവം. ഈ വിശുദ്ധ ദിനം, ഈ ജീവജല വാഗ്ദത്തിൽ കൂടെ ഇന്ന് ഇത് ശ്രവിക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി സംസാരിക്കുകയാണ്. ദൈവ പൈതലേ, നിനക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര സങ്കീർണമായിക്കൊള്ളട്ടെ, എത്ര പഴക്കമുള്ളതായിക്കൊള്ളട്ടെ, നിനക്ക് പറ്റി നിൽക്കുവാൻ ഒരിടമുണ്ട്. കർത്തൃസന്നിധിയിൽ പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥനയോട് മടങ്ങി വന്ന് പറ്റിച്ചേർന്ന് നിൽക്കുക. എന്നെയും നിങ്ങളെയും വിടുവിക്കുന്ന ഒരു ദൈവം, നമ്മുടെ മുഖം മ്ലാനമാകുവാൻ അനുവദിക്കാത്ത ദൈവം, ഇന്ന് പകൽ നമ്മളെ മാനിപ്പാൻ ദൈവം മതിയായവനാ. രൂത്തിന്റെ പുസ്തകം തുടർന്ന് നാം പഠിക്കുമ്പോൾ ഇതാ, അങ്ങനെ അമ്മാവിയമ്മയും മരുമകളും ബേത്ലേഹേം മടക്കി എത്തിയപ്പോൾ 1-ാം അധ്യായം അവസാനിക്കുന്നു. യവക്കൊയ്ത്തിന്റെ ആരംഭമായിരുന്നു. കാല പറക്കാൻ പോയ രൂത്ത് വചനം പഠിപ്പിക്കുന്നത് ആ നിലത്തിന്റെ ഉടമയായി മാറി. മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ വംശപാരമ്പര്യം നാം പഠിക്കുമ്പോൾ അനേക ഭക്തന്മാരും പേര് കേട്ടവരും അന്യപ്പെട്ടു മാറിയപ്പോൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ 4 സ്ത്രീകൾ യേശുവിന്റെ വംശപാരമ്പര്യത്തിൽ വന്നതിൽ ഇതാ, നശിക്കപ്പെട്ട പട്ടണത്തിൽ നശിച്ചു പോകേണ്ട മോവാബ്യ സ്ത്രീയായ രൂത്ത് യേശുവിന്റെ വലിയ 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 വല്യമ്മച്ചിയായി തീരുവാൻ ഭാഗ്യമുണ്ടായെങ്കിൽ, നിങ്ങളുടെ വേദന, നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ ഭാരം എന്താണെങ്കിലും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നിങ്ങളുടെ പ്രതികൂലം നിങ്ങളിൽ നിലനിൽക്കുമ്പോൾ തന്നെ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുക. കുറുക്കു വഴികൾ എല്ലാം ഉപേക്ഷിക്കുക. ഒരു പൈസ പോലും മുടക്കണ്ട. കർത്തൃസന്നിധിയിൽ അടുത്തു വരിക. പറ്റിച്ചേർന്ന് നിന്നാൽ വിടുവിക്കുന്ന ഈ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം മാനിക്കട്ടെ. നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുമ്പോൾ ലഭിച്ച കർത്താവിനെ മറക്കാതെ സാക്ഷ്യത്തോടെ സ്തോത്രത്തോടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും നന്മയും വിടുതലുമായി ഭവിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അതാത് സ്ഥാനങ്ങളിൽ നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ വിശുദ്ധ ദിനത്തിന്റെ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ മുൻപോട്ട് നോക്കുമ്പോൾ ആശയ്ക്ക് ഒരു വഴിയും ഇല്ലാത്ത പ്രായമുള്ള വിധവയായ അമ്മാവി അമ്മയോട് കൂടെ ഇറങ്ങിത്തിരിച്ച പറ്റി നിന്ന രൂത്തിനെ യേശുവിൻ്റെ വലിയ വല്യമ്മച്ചിയാക്കി തീർക്കുവാൻ
ദൈവം പ്രസാദിച്ചതിനായി സ്തോത്രം. ഇന്ന് ഈ നിന്റെ മക്കൾ കടന്നു പോകുന്ന വേദന, ഭാരം, പ്രയാസം, വിഷമം എല്ലാം അവിടുന്ന് അറിയുന്നു. ഇതാ ആ പ്രശ്നങ്ങളുമായി അങ്ങയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നു. അവിടുന്ന് ഞങ്ങളെ വിടുവിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ ദിനം നന്മയോടെ, കൃപയോടെ, അനുഗ്രഹത്തോടെ ഞങ്ങളേവരെയും പരിപാലിച്ച് അങ്ങയുടെ വരവിനായി ഒരുക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ദൈവജനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ എല്ലാ വിഷയങ്ങളുമായി കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുക. വേണ്ട സമയത്ത് വേണ്ട നിലയിൽ വിടുതലയച്ച് നമ്മെ അനുഗ്രഹിപ്പാൻ കർത്താവ് മതിയായവനാണ്. ആ കർത്താവ് നിങ്ങളേവരെയും ഇന്ന് അനുഗ്രഹിച്ച് നന്മയോടെ നടത്തട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.